Hello friends, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. LPS അഡ്മിഷൻ 2026 ആപ്ലിക്കേഷന് വേണ്ടി നോക്കുന്നവരാണെങ്കിൽ അതുവഴി കേരളത്തിലെ നേഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് മറ്റ് അഡ്മിഷനുകൾ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള അപ്ഡേറ്റ്സ്, ഡേറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ന്യൂസ്, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കേണ്ട ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്മൾ സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യുകയാണ്. ഇനി അങ്ങോട്ടും ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ഉണ്ടാകും. നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് DM അയക്കുകയോ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡേ ടു ഡേ തന്നെ വരും. നിങ്ങൾ ഇപ്പോൾ തയ്യാറാക്കി വെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ്. LPS 2026 അഡ്മിഷന് നോക്കുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ കരുതി വെക്കേണ്ട ഡോക്യുമെന്റ്സ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമന്റ് ചെയ്യാം. ഒന്നാമത്തത് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്. ലൈറ്റ് കളേർഡ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ സാധാരണ എല്ലാവിധ ആപ്ലിക്കേഷനും ഉപയോഗിക്കുന്ന രീതിയിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ കരുതി വയ്ക്കുക. രണ്ടാമത്തെ സിഗ്നേച്ചർ ഓഫ് കാൻഡിഡേറ്റ്, അതായത് അറ്റ് ദ ടൈം ഓഫ് ആപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്യേണ്ടതാണ്, കരുതി വയ്ക്കേണ്ട ആവശ്യമില്ല സിഗ്നേച്ചർ. ദെൻ SSLC ഓർ 10th സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഒക്കെ പ്രൂഫ് ആയിട്ട് വയ്ക്കുന്ന എന്നാണ് നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്. അതിന്റെ ഒറിജിനലും കരുതുക, അതിന്റെ കോപ്പിയും എടുത്ത് വെക്കുക എന്നുള്ളതാണ്. സോ ഒറിജിനൽ എന്തിനാണ് കരുതുന്നത്? പിന്നീടുള്ള അഡ്മിഷൻ അറ്റ് ദി ടൈം ഓഫ് കോളേജ് അഡ്മിഷൻ ആണ്. ഇപ്പോൾ തൽക്കാലം അതിന്റെ ഫോട്ടോ കോപ്പി മതിയാവും. അതുപോലെ +2 സർട്ടിഫിക്കറ്റ് ആണ്. +2 സർട്ടിഫിക്കറ്റ് വരാൻ എന്തായാലും വൈകും. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള +2ന്റെ മാർക്ക് ഷീറ്റ് അതുപോലെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. ഓക്കെ. ദെൻ വാലിഡ് ഫോട്ടോ ID. ഈ വാലിഡ് ഫോട്ടോ IDയിൽ നിങ്ങൾ പ്രധാനമായിട്ടും പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ആധാർ കാർഡ്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആധാർ കാർഡ് കരുതി വെക്കുക, അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കുക. ദെൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡൊമിസൈൽ പ്രൂഫ്, അതായത് യു ആർ എ റെസിഡന്റ് ഓഫ് കേരള എന്ന് പറയുന്നത് ഇത് എല്ലാത്തിനും ആവശ്യമില്ല കേട്ടോ. അല്ലാതെയുള്ള ഇപ്പോൾ NRIക്ക് ആണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് പോലെ ഒന്നാണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ആവശ്യമില്ലാത്തതാണ്. ദെൻ കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് നിങ്ങളുടെ കാസ്റ്റ്, അതായത് SC ST OEC OEBC ഒക്കെ OBC ഉൾപ്പെടെയുള്ളവർക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും അവർക്ക് NCL സർട്ടിഫിക്കറ്റും കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ കരുതി വയ്ക്കുക. വില്ലേജ് ഓഫീസിൽ നിന്നാണ് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഇപ്പോഴേ കൊടുത്തിട്ടേക്കുക. ദെൻ ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇൻകം റേഞ്ച് സൂചിപ്പിക്കുന്ന രീതിയിലാണ്. അതിൽ തന്നെ ഇൻകം കുറവാണ് EWSന്റെ കാറ്റഗറിയിൽ വരും എന്ന് തെളിയിക്കാനും ആ സർട്ടിഫിക്കറ്റ് ആണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കരുതിയിരിക്കണം. ദെൻ NRI ആണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ആ രീതിയിൽ ഔട്ട്സൈഡ് കേരള, ഫ്രം ഔട്ട്സൈഡ് കേരള ആണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇത് കൂടാതെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം അതിന്റെ പ്രിന്റ് ഔട്ടും ബാക്കി കാര്യങ്ങളും, റെസിപ്റ്റും, ഫീ റെസിപ്റ്റും, അതിന്റെ ഫീ പേയ്മെന്റ് ഒക്കെ ഡീറ്റെയിൽസ്, അത് നമ്മൾ എന്തായാലും ഫർദർ അങ്ങോട്ട് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കൺവേ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഡോക്യുമെന്റ്സ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ട് ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങളിപ്പോൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇത് കൂടാതെ തന്നെ ബോണസ് പോയിന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ NCC സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർ അതും എന്തായാലും കൃത്യമായിട്ട് മേടിച്ച് വെക്കുക. അതിനുള്ള കാര്യങ്ങൾ നോക്കി തുടങ്ങുക. സോ ഗൈസ്, ഉപകാരപ്രദമായെന്ന് കരുതുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം തരുന്നു.